എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗോവിന്ദിന്റെ പിറന്നാളായിട്ട് വലിയ ആഘോഷം തന്നെയാണ് അറക്കൽ കുടുംബത്തിൽ രാധികാമ്മ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ കുറെ സമയമായിട്ടും ഗോവിന്ദനെ കാണുന്നില്ല. അവസാനം രാധികാമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഇനി എപ്പോഴും ഈ വിളിച്ചു വരുത്തിയ അതിഥികളുടെ മുന്നിൽ നാണം കണ്ട വരുമെന്നാണ് തോന്നുന്നത്. വരുന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ പോയി എല്ലാവരോടും പറഞ്ഞാലേ ഫംഗ്ഷൻ ഇല്ല, ഫംഗ്ഷനൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന. അതെങ്ങനെ ശരിയാവും അമ്മേ, ഞാൻ അങ്ങനെ പോയി പറയുന്നത്, എനിക്ക് നാണം കെടാൻ വയ്യെന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പോയി പറഞ്ഞോളാം, ഞാൻ നാണം കെട്ടോളാന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് രാധികാമ്മ അങ്ങോട്ട് തിരിയുമ്പോഴാണ് പുറത്ത് കാറിന്റെ ഒരു ശബ്ദം കേട്ടത്. കാർ ഓൺ അടിക്കുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് രാധികാമ്മ ചെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഗോവിന്ദനാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. രാധികാമ്മയ്ക്ക് സമാധാനം വന്നല്ലോ എന്നോർത്തു. പിന്നീട് എന്ത് ചെയ്യുവാണ്, എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ഗോവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ വീടിനകത്ത് കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതെന്താ ഇങ്ങനെ, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഗോവിന്ദ് പെട്ടെന്ന് വെച്ച്, എന്ത് പറ്റി, എന്തായാലും എല്ലാവരും കൂടെ എന്നെ കൂടിയിക്കണമെന്ന് ചോദിക്കുകയാണ്. പ്രിയമോളും എല്ലാരും കൂടെ പെട്ടെന്ന് കൂടെ ഇറങ്ങി വരുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ, ഇന്ന് ഗോവിന്ദന്റെ ബർത്ത്ഡേ അല്ലേ, ഞങ്ങൾ അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയണം. അപ്പൊ റിഹ്റാമും വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ വിഷ് ചെയ്യാണ്. ഗോവിന്ദന്റെ അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും നാളുകളായിട്ട് ഇവിടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നില്ല തന്റെ, പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ ഗോവിന്ദന് സന്തോഷമായി. അപ്പൊ ഗോവിന്ദ് എന്ത് ചെയ്യണം, അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേന് രാധിക പറഞ്ഞു, മോനെ, നിനക്ക് വേണ്ടി ഞങ്ങളൊരു പാർട്ടിയൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരു കാര്യം, നമുക്ക് നേരെ പാർട്ടിയൊക്കെ നടത്തിയാലെന്ന് ചോദിക്കണം. അതിനെന്താമ്മേന്ന് ചോദിക്കണം. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, വണ്ടിയിലിരിക്കുക, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറയാണ്. അവിടെ വന്നിട്ട് പറഞ്ഞു, അതെ രഞ്ജു ഇറങ്ങി വരാൻ പറയാണ്. പെട്ടെന്ന് എല്ലാവരും നോക്കിക്കഴിയുമ്പോഴത്തേനും ശിവരഞ്ജിനി കാറിനകത്തൊന്നും കൂടെ ഇറങ്ങുവാണ്. കൈക്കകത്തൊരു ബാഗും ഉണ്ട്. ഒരു ബാഗൊക്കെ തൂക്കി സ്ലോ മോഷനിലും കൂടെ കയറി വരുവാണ്. കാഞ്ചനം എല്ലാരും കണ്ടു. പക്ഷെ രാധികാമ്മയ്ക്ക് മനസ്സിലായി, ഇവളേതാ, ഇവളെന്തിനാ ഇവന്റെ കൂടെ വന്നേക്കുന്ന ഒരു ചിന്ത രാധികാമ്മേൽ ഉണ്ടായി. രേഖ, ദൈവമേ, ഇത് മറ്റവളാണല്ലോ അന്ന് ആമാടപ്പെട്ടിയായിട്ട് വന്നത് എന്ന് പറഞ്ഞത്. ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചല്ലേ. അപ്പൊ കാഞ്ചന പറഞ്ഞു, ഇന്ത പുള്ള തന്നെയാ അന്ന് വന്നേന്ന് പറയാണ്. കൊള്ളാലോ, എന്തൊക്കെയോ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ഈ വരവ്. പിന്നീട് രഞ്ജു അങ്ങോട്ട് നേരെ കയറി വരുവാണ്. രഞ്ജു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ആകാംക്ഷയോടുകൂടെയാണ് രഞ്ജുവിനെ നോക്കുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ബാക്കി ആരും രഞ്ജുവിനെ കണ്ടിട്ടില്ലല്ലോ. ഈ സമയത്ത് എന്ത് ചെയ്യുക, രേഖ നേരെ ഗീതുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്, മുറിയിലേക്ക് ചെല്ലുക. അപ്പൊ ഗീതു ഒരുങ്ങുക, ബർത്ത്ഡേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പൊ ഒരുങ്ങുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല ഗീതു, നമ്മുടെ പ്ലാനുകളും പത്തുകളും എല്ലാം പൊളിഞ്ഞു പറയാ. എന്ത് പറ്റിയെന്ന് ചോദിക്കണം. നമ്മൾ രാധികാമ്മനെ ഹൈജാക്ക് ചെയ്ത് ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പത്തിന് വേണ്ടേ, അവൾ എത്തിയിട്ടുണ്ട്. അന്ന് ആ ആമാടപ്പെട്ടിയായിട്ട് വന്നില്ലേ, അവൾ എത്തിയിട്ടുണ്ടെന്ന് പറയണേ. പെട്ടെന്ന് ഗീതു ഒന്ന് ഞെട്ടി. എന്താ രേഖേച്ചി പറയണെന്ന് വെക്കാ, ഞാൻ പറഞ്ഞ സത്യവാ. അതെ, ഗോവിന്ദന്റെ കൂടെ വന്നിരിക്കുന്നത്, കയ്യിലൊരു ബാഗൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നു പറയാണ്. ഗീതുവിന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഗീതുവിന് ആകെപ്പാട് ടെൻഷനായിപ്പോയി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഗോവിന്ദൻ എന്തിനാ എപ്പോഴും അവളിങ്ങനെ ഇപ്പൊ കൂടെ കൊണ്ടു നടക്കുന്ന. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അവള് കാരണം രേഖേച്ചി ഞാൻ ഇന്ന് കരഞ്ഞത്. ഇന്ന് ഉച്ച മുതൽ അവള് ഗോവിന്ദന്റെ കൂടെയുണ്ട്. എനിക്ക് എത്രമാത്രം വിഷമമായെന്നറിയോ, എനിക്കൊന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ല. പൂ കൊടുത്ത് അതിനു മുമ്പ് അവള് ബർത്ത്ഡേ വിഷ് ചെയ്ത് പൂ കൊടുത്തിട്ട് അവള് ഗോവിന്ദനെ കിസ് ചെയ്യുകയും കൂടെ ചെയ്തു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ രേഖേച്ചി സമാധാനത്തിന് വന്ന് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഉള്ളിലെ വിഷമം രേഖേച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റും. രേഖയ്ക്കും ഭയങ്കര സങ്കടമായിപ്പോയി. സാരമില്ല, പോട്ടെ. അങ്ങനെ നമ്മളെ അവള് തകർക്കാൻ നോക്കുവാണെങ്കിൽ അവിടെ നീ പിടിച്ചു കയറണം ഗീതു. നീ ഒരിക്കലും പിന്മാറി കൊടുക്കരുത്. നീ ഗോവിന്ദമാധവന്റെ ഭാര്യ, ആ സ്ഥാനം എപ്പോഴും നിനക്ക് അവിടെ കാണും. ബാക്കി ആര് വന്നാലും നിന്റെ സ്ഥാനത്തോളം വരുവത്തില്ലെന്ന് പറയണം. ഗീതു, എനിക്ക് വയ്യ രേഖിച്ച്, ഞാൻ വരുന്നില്ല, ഞാനൊരു പിറന്നാളാഘോഷത്തിനും ഇല്ലാന്ന് പറയണം. അവരെന്ത് ചെയ്തോട്ടെ എന്ന് പറയണം. അങ്ങനെ പറയരുത് മോളെ, ഇവിടെ നീ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നീ എല്ലാത്തരത്തും തോൽക്കും. നീ ധൈര്യമായിട്ടിരിക്കുക, നീ ഹാളിലേക്ക് വരാൻ പറയാണ്. അവസാനം ഗീതുവിന്റെ മനസ്സങ്ങനെ മാറ്റിയെടുക്കുവാണ്. രേഖയ്ക്കും മനസ്സിലായി ഗീതു നല്ല വിഷമമുണ്ട്, രേഖയ്ക്കും നല്ല വിഷമമുണ്ട്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളിൽ എല്ലാവരെയും പരിചയപ്പെടുത്താനായിട്ട് തുടങ്ങുവാണ് ഗോവിന്ദ്. അപ്പൊ ഇങ്ങനെ പ്രിയനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ പെങ്ങള് എന്ന് പറഞ്ഞപ്പോഴത്തേനും തന്നെ രഞ്ജു പറഞ്ഞു, പ്രിയല്ലേന്ന് ചോദിക്കാണ്. അത് വിനോദ്, അത് രാധികാമ്മ, വരുണ്, എല്ലാരും ഓരോരുത്തർ പേരെടുത്ത് പ്രിയ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കെല്ലാം അത്ഭുതമായിരുന്നു. അപ്പൊ പ്രിയ വെച്ച്, എന്റെ പേരൊക്കെ എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് അറിയാതെ പറയാണ്. അപ്പൊ ഗോവിന്ദന്റെ ഇവരുടെ ഈ രഞ്ജുവിനെ കൂടെ നിപ്പും മട്ടും കണ്ടപ്പോഴത്തേനും ബാക്കി കൂടെ നിന്നാലും അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇവിടെ രാധികാമ്മ, ഇനിയിപ്പോ താമസിപ്പിക്കണ്ട, കേക്ക് കട്ട് ചെയ്താലോന്ന് പറയാണ്. ഈ സമയത്ത് രേഖേനെയും കൂട്ടിക്കൊണ്ട്
ഗീതു മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ വരുമ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് കേക്ക് കട്ട് വീട് അടുത്ത രഞ്ജു കൊണ്ടു അടുത്ത് രാധികാമ്മയുണ്ട്. ഗീതുവിന് സങ്കടം സഹിക്കാൻ പറ്റുമല്ല. അങ്ങനെ ആ വലിയ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ആദ്യത്തെ പീസ് കൊടുക്കാൻ രാധികാമ്മനെ വിളിച്ചു. അമ്മ ഇങ്ങോട്ട് വന്നേ ഇന്ന് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി കഴിഞ്ഞ് ഇടയ്ക്ക് രഞ്ജു കയറി. രഞ്ജു കേട്ട് ഒരു പീസ് കേക്ക് എടുത്തിട്ട് ഗോവിന്ദന്റെ വായിലേക്ക് വെച്ച് കൊടുത്തോട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദേട്ടാന്ന് പറയണം. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. ഇത് എന്ത് പരിപാടി ഈ പെങ്കുച്ച് കാണിക്കാൻ ഓർത്തിട്ട് പിന്നെ ഗോവിന്ദൻ ഒന്നും നോക്കാല്ലായിരുന്നു. ഗോവിന്ദ് തന്റെ കയ്യിലിരിക്കുന്ന ആ പീസ് എന്ത് ചെയ്യുക, നേരെ രഞ്ജുവിന് വെച്ച് കൊടുക്കുകയാണ്. രാധികാമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത കേക്ക് പീസോ. രാധികാമ്മയുടെ മുഖം കടന്നൽ കുത്തിപ്പോയാലേ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അത്. അതിനുശേഷം ഇതെല്ലാം നോക്കിക്കൊണ്ട് ഗീതും രേഖ നിൽപ്പുണ്ട്. ഗീതുന്റെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. രേഖ പറഞ്ഞു, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതൊന്നും കാര്യമൊക്കെ നീ ഭാര്യ എന്ന് പറയണം. എന്നാലും ഞാനില്ലാതെ, കാരണം ഗീതു പോലും വരുന്നതിന് മുമ്പ് കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു. അതാണ് ഗീതുവിന്റെ ഉള്ളിലൊരു വിഷമം. തന്റെ മൈൻഡ് പോലും കണ്ടേട്ടൻ ചെയ്യുന്നില്ല. താൻ എവിടെ തന്നെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തണം, അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകുന്നില്ലായിരുന്നു. ആദ്യത്തെ കേക്ക് പീസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ റിഹ്റാമും അപർണയൊക്കെ പരസ്പരം നോക്കിയിട്ടൊന്നല്ല, ഗീതു വന്നില്ലോ ഇതിനായിട്ടെന്ന് പറയുകയും ചെയ്തായിരുന്നു. അപ്പൊ ഗീതു ഡ്രസ്സ് മാറാൻ പോയതാ. ഡ്രസ്സ് മാറുന്നുള്ള താമസം കൊണ്ടായിരിക്കും വരാത്തെ എന്നൊക്കെയായിരുന്നു എല്ലാവരുടെ ഉള്ളിലെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് എല്ലാവർക്കും കേക്ക് കൊടുക്കണം. എല്ലാവരും കേക്ക് കഴിച്ചപ്പോൾ അവസാനം രാധികാമ്മയുടെ അടുത്ത് വന്നോട്, അല്ല അമ്മയ്ക്ക് കേക്ക് ഉണ്ടേന്ന് ഗോവെന്ന് ചോദിക്കുകയാണ്. അത് വേണം മോനെ, ഭയങ്കര തിരക്കല്ലേ, തിരക്കൊക്കെ കുറയട്ടെ എന്ന് വെച്ചു. രാധികാമ്മ ഉള്ളങ്ങ് നീറുമായിരുന്നു ഇങ്ങോട്ട്. പിന്നീട് രാധികാമ്മയ്ക്ക് കുറച്ച് ഒരു പീസ് കേക്ക് കൊടുത്തു. രാധികാമ്മ തിരിച്ച് മനസ്സോടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അങ്ങ് മാറിപ്പോയിട്ട് വരുന്നോട് പറഞ്ഞു, ഇവളേതാ ഇവളെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ ഞെരിച്ച് ഞാൻ കൊല്ലുകൊള്ളൂ. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു രാധികാമ്മയ്ക്ക്. തന്നെ സ്നേഹിക്കേണ്ട കണ്ണൻ ഇപ്പം ആണ്ടെ അവളെ സ്നേഹിക്കുന്നു, അവളുടെ പുറകെ നിൽക്കുന്നു. അവൾക്ക് ആദ്യം കേക്ക് പീസ് കൊടുത്തു. ആ ഒരു ചിന്തയൊക്കെയാണ് രാധികാമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് പീസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഗീതു രേഖയോട് പറഞ്ഞു, ഗോവിന്ദൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലോ, എനിക്കൊരു കേക്ക് പീസ് തരാൻ പോലും തോന്നുന്നില്ല എന്ന് പറയണേ. രേഖ പറഞ്ഞു, ടെൻഷൻ അടിക്കാതെ, നീ സങ്കടപ്പെടണ്ട ഗീതു, നീ ഭാര്യയാണ്, നീ എവിടെയാ ഇടിച്ചു കയറി നിൽക്കണം, നീ ഒരു ഇഞ്ച് പോലും വിട്ടു കൊടുക്കലെന്ന് പറയണം. അവളിപ്പം നിന്റെ സ്ഥാനത്ത് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കാനായിട്ട് അർഹതപ്പെട്ട ആൾ നീയാ. നീ എപ്പോൾ ആ സ്ഥാനം കൈക്കലടക്കണം. ഇനി നിന്റെ മിടുക്കുപോലിരിക്കും, കരഞ്ഞു തളർന്ന് നിന്നാണ്ടല്ലോ എന്നും അങ്ങനെ തന്നെ ഇരിക്കാനും സമയം കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേഖ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗീതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗീതുവിന്റെ മനസ്സിന് എത്രമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുക. പിന്നീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് എന്തെയാണ്, അതെ ഒരു കാര്യം ചെയ്യ, രഞ്ജു ഇനി മുതൽ കുറച്ച് ദിവസം ഇവിടെ കാണും കേട്ടോ. രഞ്ജു ആ ഗസ്റ്റ് റൂം നിങ്ങൾ തുറന്നു കൊടുത്തേക്കാൻ പറഞ്ഞു കാഞ്ചിനോട്. ഇവിടെ താമസിക്കണം, അതെങ്ങനെ ശരിയാവുന്നൊരു ചിന്തയായിരുന്നു ബാക്കി എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാ, പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാൻ പറയണം. വേണ്ട അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് രഞ്ജു എന്ത് ചെയ്യണം, ആ കേക്കിനകത്ത് കുറച്ച് പീസ് കേക്ക് എടുത്ത് ഗോവിന്ദന്റെ മുഖത്തോടെ അങ്ങ് തേച്ച് വെക്കുകയാണ്. തിരിച്ച് ഗോവിന്ദും അങ്ങനെ ചെയ്യുവാണ്. അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഗുസ്തിപിടുത്തോ മൽപ്പിടുത്തോ ഒക്കെ ചെയ്യുകയാണ്. കാഞ്ചിന്റെ അടുത്ത് ഇത് എന്താപ്പാ, ഇങ്ങനെയൊക്കെ മനുഷ്യന് മാറാൻ പറ്റുമോ, ഇത് കൊള്ളാലോ, ഗോവിന്ദ മാമ ഇത്ര സൂപ്പറായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കാഞ്ചന മനസ്സിൽ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതുവിനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം അത്രമാത്രം ഗോവിന്ദന്റെ അടുത്തിടപെടുവാണ് രഞ്ജു. കാരണം ഗോവിന്ദന് മാത്രമല്ല ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വിലാസിന് ഭദ്രനോട് പറഞ്ഞു, അല്ല ഈ പോക്ക് കണ്ടിരിക്കുന്ന നല്ലതായിട്ട് തോന്നുന്നില്ല ഭദ്രേട്ടാ, അവനും അവളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഇത്ര അടുത്ത് നിന്ന് അങ്ങോട്ട് പെരുമാറില്ല. ഫ്രണ്ടാന്നാ പറഞ്ഞത്, പക്ഷെ ഫ്രണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല, ഫ്രണ്ടിനേക്കാളും മേലെയാന്ന് എനിക്ക് തോന്നുന്നേ. ഭദ്രൻ ശരിയാ, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനെയല്ലോ പെരുമാറുന്നേ, സ്വന്തം ഭാര്യനെ എങ്ങനെ വിളിച്ച് അടുത്ത് നിർത്തണ്ടല്ലേ, ഇത് അതുപോലും ചെയ്തില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നീട് രഞ്ജു പറഞ്ഞതേ, എനിക്കൊരാഗ്രഹമുണ്ട്, ഗോവിന്ദന്റെ പിറന്നാളിലെന്ന് ഈ പിറന്നാൾ ദിനത്തിൽ ഗോവിന്ദന്റെ ഒരു പാട്ട് പാടണം എന്ന് പറയും. പാട്ടേ ഞാൻ പാടത്തൊന്നുമില്ല, അത് പറഞ്ഞിട്ട് കാലം ഗോവിന്ദേട്ടൻ പാട്ട് പാടണം എന്ന് പറയാം. അങ്ങനെ അവസാനം ഗോവിന്ദൻ പാട്ട് പാടാൻ സമ്മതിക്കുകയാണ്. അപ്പൊ പാട്ട് പാടാൻ സമ്മതിച്ചപ്പോൾ റിഹ്റാം ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ് പാട്ടൊക്കെ പാടുമെന്ന്. പിന്നെ പാടുവോന്നോ, 10-15 വർഷം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ഗോവിന്ദേട്ടൻ പെട്ടെന്ന് രഞ്ജി ചാടിക്കയറി പറയണം. അപ്പൊ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക, ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാന്ന്. പിന്നീട് ഗോവിന്ദ് പാടുവാണ്. ഗോവിന്ദ് പാടിക്കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ഒക്കെ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. രേഖ പറഞ്ഞു, ഗീതു നീ വിട്ടുകൊടുക്കരുത്, നീ ഇവിടെ തകർത്ത് അഭിനയിച്ചു, നീ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഗോവിന്ദേട്ടൻ നിനക്ക് നഷ്ടപ്പെടും എന്ന് പറയണം, നീ മാറി നിൽക്കേണ്ടവളല്ലാന്ന് പറഞ്ഞിട്ട് ഗീതു ഞങ്ങൾ തള്ളി വിടുവാണ്. എന്നിട്ട് വീണ്ടും ഭയങ്കര ഡാൻസും പാട്ടും കുത്തൊക്കെയാണ് നടക്കുന്നത്. ഡാൻസിനൊക്കെ ശേഷം ഗീതു പതുക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും രഞ്ജുവിനെ പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തി മുറിയിലേക്ക് കൊണ്ടുപോവാണ് ഗോവിന്ദ്. ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഗീതു. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.